ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ആമ്പൽ നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളന്ന് ബേസിനിൽ എടുത്തു വെച്ചൊരു ആമ്പലുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് ലിൻസി വുഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പർപ്പിൾ ഡയമണ്ട്, ആ രണ്ട് പ്ലാന്റും ഉണ്ടായിരുന്നു. ഇത് സീഡിൽ നിന്ന് വന്നതാണെന്ന് കേട്ടോ, പക്ഷേ നല്ലൊരു കളറേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സീഡിൽ നിന്ന് എങ്ങനെയാണ് ഒരു മെച്ചേർഡ് പ്ലാന്റ്, അതായത് വെൻകയുടെ ഒരു മെച്ചേർഡ് പ്ലാന്റ് എങ്ങനെയാണ് ആക്കിയെടുക്കുന്നത്, അതായത് ഫ്ലവറിങ് പ്ലാന്റ് ആക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് സീഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് നടുന്നത്. അപ്പോൾ ഞാൻ നടുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ രീതിയിലൊക്കെ നട്ട് കിളിപ്പിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെൻകയുടെ സീഡ്. തീരെ ചെറിയ സീഡാണ് കേട്ടോ. അപ്പോൾ 10, 25, 30 സീഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന് ആരും വിചാരിക്കരുത്. ചെറുതാണ് കേട്ടോ. ഒരു കടുകിൻ്റെ എത്രയൊക്കെ വലിപ്പമുള്ള അത്രയും തന്നെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ചെറിയ സീഡാണ് കേട്ടോ. അപ്പോൾ ആ സീഡ് നമ്മളിതുപോലെ മണ്ണും ചകിരിച്ചോറുമാണ് കേട്ടോ, അല്ലെങ്കിൽ മണലും ചകിരിച്ചോറും അങ്ങനെ എടുത്തിട്ട് നമ്മളതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ശകലം, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, ശകലം മണ്ണ് കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ നനച്ച് കൊടുക്കണം. എന്നിട്ട് ചിലരൊക്കെ കവർ ചെയ്ത് അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്നിട്ട് അത് വെയിലത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. വെയിലത്ത് വെച്ചിട്ട് നമ്മൾ നനവിനനുസരിച്ച് വെള്ളം കൊടുക്കും. അപ്പോൾ നമുക്കത് കിളിർത്ത് കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും. അതായത് സീഡ് തീരെ എന്തോ ഒരു ശക്തി ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നും, കണ്ടില്ലേ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലാന്റ് ആക്കി എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുത്തി ഒഴിക്കരുത്. പിന്നെ ഈ സ്പ്രെയർ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്കത് ചാഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ കുപ്പിയിൽ പിന്ന് ഉണ്ടല്ലോ, നമ്മുടെ സേഫ്റ്റി പിന്നെടുത്ത് അത് ചെറിയൊരു ഹോളാക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവർക്ക് എന്തായാലും തോന്നും ഇതെന്താ ഒട്ടും ഹെൽത്തി ഇല്ലാത്തതെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ സീഡ് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ. നമ്മൾ മണ്ണും മണലും മാത്രമാണല്ലോ ചേർക്കുന്നത്. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ ആവും. നമുക്ക് ഇതുപോലെ ഒരു 2 ഇല 3 ഇല 4 ഇല പരുവമൊക്കെ ആവും. ആ സമയത്ത് നമുക്ക് ചെറുതായിട്ട് NPK കൊടുക്കാം കേട്ടോ. ഈ സ്പ്രെയറിൽ ഒഴിക്കുന്നത് അതല്ല. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണേ. കണ്ടോ, നമ്മുടെ സ്പ്രെയറിൽ ഒഴിച്ചാലും ഇതുപോലെ വീഴുമ്പോൾ ചാഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുപ്പിയിൽ ആകുമ്പോൾ ഇത്ര ഒരു ഫോഴ്സിന് വരത്തില്ലല്ലോ. അപ്പോൾ കുപ്പിയിലാവുമ്പോൾ നല്ല രീതിയിൽ വെള്ളം വീഴും കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ NPK ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരു നുള്ളെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ 1, 2 തുള്ളി, അല്ലെങ്കിൽ കൂടിപ്പോയാലും 3 തുള്ളി നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് സാനിറ്റൈസറിൻ്റെ ബോട്ടിലോ ഷാമ്പൂവിൻ്റെ ബോട്ടിലോ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 1, 2 തുള്ളി ഇതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നടുഭാഗത്തൊന്നും ഒഴിക്കാതെ സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ 1, 2 തുള്ളി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്ലാന്റ് ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വരും. കണ്ടല്ലോ, വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കൂടാനായിട്ട് പാടില്ല, കൂടിയാൽ നമ്മുടെ പ്ലാന്റ് പോകും കേട്ടോ, ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ നേർപ്പിച്ച് ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മുടെ സീഡ്ലിംഗ് ട്രേയിൽ നിന്ന് അതൊക്കെ മാറ്റി എടുക്കണം. അതായത് എൻ്റെ കയ്യിൽ ഫോണും വീഡിയോ എടുക്കുകയും ചെയ്യുന്നത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ലോണം കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് പ്ലാന്റ് തന്നെ അതിൽ നിന്ന് എടുക്കുന്നു എന്നറിയാത്ത രീതിയിൽ ഇതുപോലെ മണ്ണോട് കൂടി നമ്മളിതുപോലെ കുഞ്ഞു പോട്ടിലോട്ട് മാറ്റണം കേട്ടോ. വലിയ പോട്ടിലോട്ടൊന്നും മാറ്റരുത്, കാരണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് നനവ് കറക്റ്റ് ആവത്തില്ല കേട്ടോ, കൂടിപ്പോവും വലിയ പോട്ടാവുമ്പോൾ. എന്നിട്ട് ഇതുപോലെ നമ്മൾ പതുക്കെ അതിൻ്റെ സൈഡിലായിട്ട് മണ്ണും കൂടി വന്നിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് ഇങ്ങനെ ആക്കി വെക്കാറുണ്ട് കേട്ടോ. നല്ലതുപോലെ കാണുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ വെള്ളം കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് തണലത്തോട്ട് വയ്ക്കാം. തണലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ മണ്ണോട് കൂടി എടുത്ത് വയ്ക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് വാട്ടമൊന്നും പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നല്ല വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നനവിനനുസരിച്ച് നമ്മൾ വെള്ളം കൊടുത്തിരിക്കണം. പിന്നെ നല്ല വെയിലത്ത് തന്നെ വെക്കണം. വെയിലത്ത് വെക്കുമ്പോഴാണ് പ്ലാന്റ് നല്ല രീതിയിലാവുന്നത് കണ്ടോ. അതുപോലെ ആ കുഞ്ഞു പോട്ടിൽ നമ്മളാക്കിയ ഒരു പ്ലാന്റാണ് കേട്ടോ ആദ്യം കാണിച്ചത്.
പിന്നെ ഇതൊക്കെ നമ്മൾ ആക്കി വെച്ചേക്കുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയേ, അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആയിട്ടൊക്കെ വന്നിട്ടില്ലേ. അതിനുശേഷം നമ്മൾ ആ കുഞ്ഞു പോട്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വലിയ പോട്ടിലോട്ട് മാറ്റില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം ഞാൻ കാണിച്ചിരുന്നല്ലോ ആ പോട്ടിൽ, അതും ഒരു കുഞ്ഞു പോട്ടാണ് കേട്ടോ. അതിൽ തന്നെ നിർത്തി നമുക്ക് ഒരുവിധം വലുപ്പത്തിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ പിന്നെ കുറച്ചുകൂടി വലിയൊരു പോട്ടിൽ ഈ പ്ലാന്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് മറ്റേ നമ്മുടെ സീഡ്ലിംഗ് ട്രേയിൽ നിന്ന് ഡയറക്റ്റ് ഈ പോട്ടിലോട്ടങ്ങ് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. കണ്ടേ ഈ ആദ്യം നിൽക്കുന്നൊരു പ്ലാന്റ് ഉണ്ടല്ലോ, അവിടെ അത് ആ കുഞ്ഞു പോട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇതും അതും ഒരേപോലെയുള്ള പോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, കണ്ടല്ലോ. ഇതാണ്. അപ്പോൾ അങ്ങനെ വരും. അപ്പം ഞാൻ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് ആ പോട്ടപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കുറച്ചുകൂടി വലിപ്പമുള്ള, അതായത് ഒരുപാട് വലിപ്പമുള്ളതല്ല, കുറച്ചുകൂടി വലിപ്പമുള്ളൊരു പോട്ടിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ ബ്രാഞ്ച് കട്ട് ചെയ്തു, 2 ബ്രാഞ്ചായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്യാവേ. അതിന് ശേഷം നമ്മളിതിനെ കുറച്ചുകൂടി വലിയ പോട്ടിലോട്ട് മാറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ഫ്ലവറൊക്കെ ആയി നിൽക്കുന്നില്ലേ, ആ ഒരു പോട്ടിലേക്ക് നമ്മൾ ഇതുപോലെ മാറ്റി വയ്ക്കും കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് ഡയറക്റ്റ് വെയിലത്ത് തന്നെ വയ്ക്കാം, ഒരു കുഴപ്പമില്ല. കാരണം മണ്ണോട് കൂടിയാണ് നമ്മൾ ഈ പോട്ടിലോട്ട് മാറ്റി വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് വെയിലത്ത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മളാക്കിയെടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് എന്ത് ബുഷിയായിട്ട് നിൽക്കുന്നതെന്ന് നോക്കി. നമുക്ക് കാണുമ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് ഇതുപോലെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, പക്ഷേ അല്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സീഡ് മേടിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ ആവത്തില്ല കേട്ടോ. കുറച്ച് സമയം പിടിക്കും. എങ്ങനെയായാലും ഒരു 3 മാസത്തോളം പിടിക്കും കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ച കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. നമ്മുടെ ബ്ലാക്ക് മൂൺ അന്ന് കണ്ടിരുന്നില്ലേ നമ്മൾ കട്ടിങ്സ് വെച്ചേക്കെന്ന് പറഞ്ഞത്, ആ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. എന്ത് ബുഷിയായിട്ട് വന്നേക്കുന്നത് നോക്കി. ഒന്ന് എന്തോ ഹൈറ്റ് വെച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചൊക്കെ ഒന്ന് ഈ ഭാഗമൊക്കെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ബുഷിയായിട്ടൊക്കെ നിൽക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നല്ല ഒരു ബൊക്കെ പോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ കേട്ടോ. ഫ്ലവർ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കണ്ട ഇതൊക്കെ ഒന്ന് തല പൊക്കി നിൽക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്യും. നിറയെ പൂക്കളുണ്ട്, പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഇത് ഒരു ഭാഗം മാത്രം ഹൈറ്റ് വെച്ച് പോകും. നമുക്ക് ആ ഒരു ഭംഗി കിട്ടത്തില്ല. ഹൈറ്റും അതുപോലെ തന്നെ കേട്ടോ. ആ ഒരു ഭാഗം പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് പൂവൊന്നും നോക്കാതെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആരും അതിനൊരു ഉപേക്ഷയും വിചാരിക്കണ്ട കേട്ടോ. കാരണം നമുക്ക് ഒരു ഫ്ലവറിന് പകരം 9 ഫ്ലവറായി കിട്ടും. പ്ലാന്റ് നല്ല കാണാനായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും, ഒരു ബൊക്ക പോലെ നിൽക്കുകയും ചെയ്യും. കണ്ടോ, ഇതിലൊക്കെ ഒത്തിരി പൂക്കളുണ്ട്. ആദ്യമൊക്കെ എനിക്ക് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കി അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. ആ പ്ലാന്റ് കാണാനായിട്ട് തന്നെ ഒരു ഭംഗിയില്ലേ. അപ്പോൾ ഇനി അത് ഒരുപോലെ പൂക്കളായി വന്നോളേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോന് പിന്നെ വെള്ളം ഒഴിക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതും ഇതുപോലെ ആദ്യം നിൽക്കുന്ന പ്ലാന്റും അതുപോലെ കുറച്ചൊന്ന് നീണ്ടൊക്കെ പോയിട്ടുണ്ട്. അതും കട്ട് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. എന്തൊരു ഫ്ലവറാണെന്ന് നോക്കി. നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര വിഷമമായിരിക്കും, എന്നാലും നമ്മൾ കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയുള്ള പൂക്കളൊക്കെ നല്ല രീതിയിൽ ഇനി വന്നോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.